വെൽക്കം ടു ഇംഗ്ലീഷ് കോർണർ. ലെറ്റ്സ് ടോക്ക് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. എക്സ്ക്യൂസ് മീ സർ എന്നൊക്കെ പല സന്ദർഭങ്ങളിലും പലരും പ്രയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടാകും, സ്വയം പറഞ്ഞിട്ടുണ്ടാകും. എന്തിനാണ് എക്സ്ക്യൂസ് മീ എന്ന ഒരു പദം പ്രയോഗിക്കുന്നത്? ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ വളരെ വലിയ ഒരു ആശയമാണ് നടത്തപ്പെടുന്നത്. രണ്ടുപേർ സംസാരിക്കുന്നതിനിടയിൽ അതിൽ ഒരാളോട് നമുക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പ്രയോഗിക്കാം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കിട്ടാനാണ്. ചിലയിടങ്ങളിൽ നടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോകുന്നതിന് വേണ്ടി എക്സ്ക്യൂസ് മീ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇവിടെ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം എന്നാണ്. വഴിയെ പോകുന്ന ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു അപരിചിതനോട് എന്തിനാണ് ക്ഷമിക്കണം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ക്ഷമാപണം നടത്തേണ്ട കാര്യമുണ്ടോ? ഇംഗ്ലീഷിൽ അതാണതിൻ്റെ മര്യാദ. ആ മര്യാദ തന്നെയാണ് ഇംഗ്ലീഷ് സംഭാഷണത്തിൻ്റെ ഭംഗിയും. സർ എന്ന പ്രയോഗം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അത് സമീപിക്കുന്നത് ആണിനോടായാലും പെണ്ണിനോടായാലും നമുക്ക് എക്സ്ക്യൂസ് മീ മാഡം എന്നോ എക്സ്ക്യൂസ് മീ എന്നോ മാത്രം പറഞ്ഞാൽ മതി. ഈ ഒരു വാക്കിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏത് ഒരു അപരിചിതന്റെയും ശ്രദ്ധ അയാളെ മുഷിപ്പിക്കാതെ തന്നെ നമ്മളിലേക്ക് പിടിച്ചു പറ്റാൻ കഴിയുന്നു. നിങ്ങളൊരു മാന്യനാണെന്നും ന്യായമായ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും ഈ രണ്ട് വാക്കുകളിലൂടെ അയാൾക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. മാത്രമല്ല, പരിചയപ്പെടുത്തലോ മറ്റു മുഖവരിയോ ഒന്നും ഇല്ലാതെ തന്നെ സുഹൃത്തുക്കളോടൊന്ന പോലെ സംസാരിക്കാനും ഈ ഒരു പ്രയോഗം കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പരിചയക്കാരനോടോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളിനോടോ ഒരു സംഭാഷണം തുടങ്ങുന്നതിന് ഈ രണ്ട് വാക്കുകൾ, എക്സ്ക്യൂസ് മീ എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ മതിയെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരാളോട് നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നയാൾ പറയും യെസ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ചോദിക്കും യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എന്താണ് ചെയ്യാനാവുക എന്ന് തിരിച്ചിങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആവശ്യവുമായിട്ട് വന്നത് നമുക്ക് കോടതി പരിസരത്തിലുള്ള ഒരു അഡ്വക്കേറ്റിനെ കാണാനായിട്ടാണ് ചെന്നതെങ്കിൽ നമുക്ക് അന്നേരം അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയുന്നത് ആളുടെ പേര് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇതാണ്, നമ്മുടെ സുഹൃത്തിനെ എവിടെ കാണാൻ കഴിയും എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. വേർ ക്യാൻ ഐ മീറ്റ് മിസ്റ്റർ രാകേഷ്? വേർ ക്യാൻ ഐ മീറ്റ് മിസ്റ്റർ രാകേഷ്? രാകേഷിനെ എവിടെ കാണാൻ കഴിയും? അപ്പോൾ അത് കേട്ട ആള് ഒന്ന് ചിന്തിക്കും. ഒരു സ്ഥലത്ത് പല രാകേഷ് ഉണ്ടാകും, പല പേരിലുള്ള ആളുകൾ ഉണ്ടാകാം. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണ് നമ്മളോട് മറുപടി പറയുന്നത് എങ്കിൽ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് ചോദിക്കും മേ ഐ പ്ലീസ് നോ വിച്ച് രാകേഷ് യു മീൻ? അതും ഒരു വിനയത്തോടു കൂടി എന്ന പ്രയോഗമാണ് ഇവിടെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മേ ഐ പ്ലീസ് നോ വിച്ച് രാകേഷ് യു മീൻ? ഏത് രാകേഷിനെയാണ് താങ്കൾക്ക് കാണേണ്ടത് എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് നമുക്ക് പറയാവുന്നത് ഐ മീൻ ദി അഡ്വക്കേറ്റ്
അഡ്വക്കേറ്റായ ആളിനെ കാണണം എന്ന രീതിയിലാണ് നമ്മളപ്പോൾ സംസാരിക്കുന്നത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് ഈ ആളിനെ അറിയില്ലെങ്കിൽ അദ്ദേഹം ഇപ്രകാരമായിരിക്കും, ഇംഗ്ലീഷിൽ കുറച്ച് ജ്ഞാനമുള്ള ആളാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമായിരിക്കും: ഐ ആം അഫ്രൈഡ്, ഐ കാൺട്ട് ഹെൽപ്പ് യു, there is no advocate here by this name and initial. നിങ്ങളെ സഹായിക്കാനാവില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഇനിഷ്യലും പേരുമുള്ള ഒരു അഡ്വക്കേറ്റ് ഇവിടെയില്ല എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രയോഗം കേട്ടാൽ നമുക്ക് ചിലപ്പോൾ കണ്ണി തെളിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് അവിടെ കാണേണ്ട ആളിനെ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നു എന്ന് പറയുന്നത്? അതിൽ അമ്പരക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ മര്യാദ അതാണ്. അത് മാന്യമായ ഇംഗ്ലീഷ് സംഭാഷണത്തിന്റെ രീതിയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കുറച്ചു വാചകങ്ങൾ പഠിച്ചു. എക്സ്ക്യൂസ് മീ എന്ന് ഒരാൾ പറയുമ്പോൾ അതിന് യെസ് എന്ന മറുപടി ഇങ്ങോട്ട് കിട്ടുന്നു. കുറച്ചുകൂടെ വിശാലമായിട്ടാണെങ്കിൽ യെസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞത് ഈ രാകേഷിനെ അന്വേഷിച്ചു വരുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ വേർ ക്യാൻ ഐ മീറ്റ് മിസ്റ്റർ രാകേഷ്? അപ്പോൾ കേട്ടയാളിൽ വീണ്ടും സംശയം. മേ ഐ പ്ലീസ് നോ വിച്ച് രാകേഷ് യു മീൻ? ഐ മീൻ ദി അഡ്വക്കേറ്റ്. അപ്പോൾ തികച്ചും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത് ഒരു ഉഗ്രൻ പ്രയോഗത്തിലൂടെ. ഐ ആം അഫ്രൈഡ്, ഐ കാൺട്ട് ഹെൽപ്പ് യു, there is no advocate here by this name and initials. തുടർന്ന് കുറേശ്ശെ പ്രയോഗങ്ങൾ നമുക്ക് ഈ ഒരു പരമ്പരയിലൂടെ പഠിക്കാം.